ഹായ് ഗുഡ് മോർണിംഗ്. സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പൊ രാവിലെ $1 million മോർണിംഗ് റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യോഗ ടീച്ചർ വന്ന് യോഗ പഠിപ്പിച്ചിട്ട് പോയി. പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് റൈറ്റിംഗ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ $1 million മോർണിംഗ് റൊട്ടീൻ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. രാവിലെ എന്തെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ്, മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് പേര് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനൽ കണ്ടിട്ട് ടീച്ചർമാ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുന്ന കാണുമ്പോൾ, അത്രയും എനർജറ്റിക് ആയിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ സ്റ്റുഡിയോ റൂമിലാണ് ഉള്ളത്. സ്റ്റുഡിയോ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇനി നോക്കട്ടെ താഴെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നടക്കുന്നതെന്ന്. നാളെ വിഷുവാണ്. അപ്പം വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പോവാം. എന്താണ് പരിപാടി? രാവിലെ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. നാളത്തെ വിഷു ഗംഭീരമാക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങളായിട്ട് റെഡിയാക്കി വെക്കേണ്ടത് പിന്നീട് സമയം കിട്ടി സാധ്യതയില്ല, തിരക്കായി പോകും. വൈകിട്ട് നമുക്ക് ഇറങ്ങാനും പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണേ. ഒന്ന് കൃഷ്ണ വിഗ്രഹം ഉണ്ട്, കണിക്കൊന്ന അതേ നമ്മുടെ മരം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പൂത്തു നിന്ന് പിന്നെ കണിക്കൊന്നയിലെ പൂക്കളെല്ലാം ദേ താഴെ കിടക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ വലിയ ആശിച്ച് മോഹിച്ച് നിർത്തിയിരുന്നതാണ്. കുഴപ്പമില്ല, നമ്മുടെ നാട്ടുപുറമല്ലേ, എവിടെ ചെന്നാലും ഇഷ്ടം പോലെ കൊന്ന കിട്ടും. കൊന്നപ്പൂക്കെ തറയിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അത്യാവശ്യം ചെടിയിലുള്ളത് നമുക്ക് പറിച്ചെടുക്കണം കേട്ടോ. പിന്നെന്തൊക്കെയാണ്? വിഗ്രഹം ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ. നമ്മള് മയിൽപ്പീലി വേണം, കോടിമുണ്ട് വേണം, വാൽക്കണ്ണാടി അതെല്ലാം ഇരിപ്പുണ്ട്. ഒക്കെ ഒട്ടുരുളി ഒക്കെ. ഇതെല്ലാം നമുക്ക് ഇന്ന് റെഡിയാക്കി വെക്കണം. അരി ഉണ്ട്, മഞ്ചാടി ഉണ്ട്, കണിവെള്ളരി വാങ്ങിക്കണം കേട്ടോ. കണിവെള്ളരി, ഫ്രൂട്ട്സ് വാങ്ങണം. ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ചക്ക കണ്ടോ, പ്ലാവിൽ ഇഷ്ടം പോലെ ചക്ക നിപ്പുണ്ട്. നമുക്ക് മാങ്ങ വേണ്ട. ഈ മാവിൽ ഇഷ്ടം പോലെ നിപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ അമ്മൂമ്മ മാവിൽ നിപ്പുണ്ട്. പിന്നെ ഗീത അല്ലെങ്കിൽ രാമായണം, നിലവിളക്ക്, നാളികേരം, അടയ്ക്കാൻ പറ്റില്ല, നാണയം, ഇതെല്ലാം വേറെ എന്തെങ്കിലും മിസ്സായിട്ട്. പ്ലാറ്റിനം സ്പെഷ്യൽ ക്ലാസ് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾക്കൊപ്പം ചേട്ടനൊപ്പം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചേട്ടനൊപ്പം കൂടുക. അപ്പോൾ ഞാൻ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേട്ടൻ കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുക. അത് മാത്രമല്ല നമുക്ക് പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് വാങ്ങിക്കാനും പോകണം. കൊന്നപ്പൂ പറിക്കുകയാണോ? ഇതെന്താടാ അബി, നീ കൊട്ടയൊക്കെ ആയിട്ട് വരുന്നേ? ഇത്രയും പൂവോ? അത്രയ്ക്ക് പോകുന്നുമില്ലടാ, എല്ലാം രാത്രി പൊഴിഞ്ഞു പോയി. ചേട്ടനും അബിയും കൂടെ കൊന്നപ്പൂ പറിക്കുകയാണ്. എല്ലാം ദേ താഴോട്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് ഇഡലി സാമ്പാറാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അമ്മച്ചിയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ, അതായത് കൊല്ലം സ്പെഷ്യൽ സാമ്പാർ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. കൊല്ലം സ്പെഷ്യൽ സാമ്പാറിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അമ്മ തീർച്ചയായിട്ടും ചെയ്യും. അത് ജേർണൽസിൻ്റെ കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ട്, കുറേ എഴുതാനായിട്ട് ഇനി ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു ദിവസത്തെ ഓർഡറാണ്. ഇതിന് മുന്നേ വന്ന ഓർഡർ എല്ലാം അയച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടത് ഓർഡർ ചെയ്യാൻ അയക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് നാളെ അയക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ക്ലാസ്സിലേക്ക് കയറട്ടെ. അങ്ങനെ നമ്മൾ കണിക്കൊന്നയൊക്കെ പിച്ച് മരത്തിന് മുകളിലാണ് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ കിട്ടിയില്ല. മാത്രമല്ല ഇന്നലത്തെ മഴയ്ക്ക് ഒരുപാട് പൂക്കൾ താഴെ വീണ് പോയി. എന്നാലും നമ്മുടെ 3 വീട്ടുകാർക്ക് വേണ്ടി സഫീഷ്യൻ്റ് ആണ്. അങ്ങനെ 10 ദിവസത്തെ NCC ക്യാമ്പ് കഴിഞ്ഞ് അമലക്കുട്ടൻ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. How is the Josh? Hi sir. How is the Josh? Hi sir. How is the Josh? Hi sir. Okay le. അങ്ങനെ അമരുവിനെ വിമല സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അമരുവിനൊരു ഭയങ്കര ആഗ്രഹം ഐസ്ക്രീം കുടിക്കണം വെച്ചാൽ. കുറേ ദിവസം ഐസ്ക്രീം കുടിച്ച് മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മളിവിടുത്തെ ഐസ്ക്രീം കടയായ ഐസ് ആൻഡ് സ്പൈസിൽ വന്നിരിക്കുന്നത് അബിയുണ്ട് കൂടെ.
കണ്ണൻ ആൾറെഡി ഉണ്ട്. കണ്ണനാണ് റെക്കമെൻഡ് ചെയ്തത് ഐസ് ആൻഡ് സ്പൈസി പോയി നമുക്ക് ഐസ്ക്രീം കിട്ടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു 10 ദിവസം? എങ്ങനെ കടന്നുപോയി അറിഞ്ഞോ? ഹാർഡായിരുന്നോ ഈസി ആയിരുന്നോ? ഓരോ സെക്കൻഡ് അറിഞ്ഞില്ല? അറിഞ്ഞുകൊണ്ട് പോയി. ആണോ? ഭയങ്കര ഹാർഡായിരുന്നാ? പിന്നെ ഒരു കാര്യം ഫയറിങ് ചെയ്യിപ്പിച്ചു. ഫയറിങ് ചെയ്യിച്ചാ? എത്ര റൗണ്ട് ഫയർ ചെയ്ത്? 3. അമലുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയം. അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ താഴെ വന്നപ്പോൾ അതേ ചിക്കൻ കറിയൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. എൻ്റെ ബ്രദറ് അപ്പവും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് അപ്പു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കയും ചിക്കനും ആയിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും വരുമ്പോഴാണ് എല്ലാവർക്കും കൂടി ഈ ഒരു ഒത്തുകൂടലൊക്കെ പോസിബിൾ ആവുക. ഫുഡ് കഴിച്ചിട്ട് ദേ അമ്മാവനും മരുമക്കളും കൂടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റമ്പ് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഒരു ബക്കറ്റ് എടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ശരിക്കും നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് കളി. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന്മാരെപ്പോഴും കളിയും ബഹളവും, പാടത്തും പറമ്പിലും അതുപോലെ ഉത്സവപ്പറമ്പിൽ പോവുക. നമ്മൾ ഈ അമൂൽ ബേബീസിനെ വളർത്തിയെടുക്കുന്നത് പോലെ ഞാനിങ്ങനെ കാറ്റും മഴയും വെയിലും ഒന്നും കൊള്ളിക്കാതെ വളർത്താറില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ആൺകുട്ടികളുണ്ട് ഈ ഒരു കണ്ണൻ്റെയും അമലിൻ്റെയും പ്രായത്തിലുള്ള. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ച് എന്താ പറയുക, അങ്ങനെ എൻജോയ് ചെയ്താണ് കേട്ടോ അവരുടെ ആ ഒരു ബാല്യം പോയിക്കൊണ്ടിരിക്കുന്നത്. സൺഡേ ഉള്ള കറക്കം നമുക്ക് പതിവാണല്ലോ. അങ്ങനെ അപ്പൂനോട് ഫാമിലിയോടും ചോദിച്ചു, ഞങ്ങൾ കറങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോയെന്ന്. അങ്ങനെ അവരും ഞങ്ങൾക്കൊപ്പം കൂടി കേട്ടോ. നമ്മൾ പൊന്നൂരിലാണ് പോകുന്നത്. അപ്പൂൻ്റെ വൈഫ് രാഖിയും പിന്നെ എൻ്റെ മക്കൾ, അതുപോലെ എൻ്റെ അനിയത്തി അമ്മൂൻ്റെ മോന്, ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് പോകുന്നത് കാപ്പിൽ ബീച്ചിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേ എൻ്റെ 3 നാത്തൂന്മാരും കൂടെ വരുന്നുണ്ട്. അവർ കുടുംബശ്രീക്ക് പോയിട്ട് വരുമായിരുന്നു. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ കാപ്പിൽ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാപ്പിൽ ബീച്ച് അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരുപാട് ബീച്ചുണ്ട്. പാവനാശം ബീച്ച്, ബ്ലാക്ക് ബീച്ച്, അതുപോലെ കാപ്പിൽ ബീച്ച് ഇനിയും ഉണ്ട് കേട്ടോ. ഓരോരോ ബീച്ചുകളായിട്ട് ഓരോരോ സൺഡേസിൽ ടീച്ചർ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി തരാം കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ചായക്കടയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാഖിക്ക് ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവളത് വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ചായയും അതുപോലെ മോമോസൊക്കെ വെക്കുന്നൊരു കട കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ചായയും മോമോസും ഓർഡർ ചെയ്തു. ഫ്രൈഡ് മോമോസും സ്റ്റീംഡ് മോമോസും ആണ് ഓർഡർ ചെയ്തത്. നല്ല വൈബുള്ളൊരു കടയായിരുന്നു കേട്ടോ. ആ കടയുടെ സൈഡിൽ ഒരുപാട് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചൂട് ചായയും മോമോസും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചൂട് ഫ്രൈഡ് മോമോസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ഒരു സൈഡിൽ കായലും മറ്റേ സൈഡിൽ കടലും വരുന്ന ഇത്തരത്തിലുള്ള ഒരു വ്യൂ കേരളത്തിൽ മറ്റെങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സൈഡിൽ കായലും മറ്റേ സൈഡിൽ കടലുമാണ് കേട്ടോ. ഇത് വളരെ മാജിക്കലായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് കാപ്പിൽ ബീച്ച്. ഇത് പ്രകൃതിയുടെ ഒരു ഹിഡൻ ജെമ്മാണെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും എടുത്തോളൂ. നല്ല ചൂടാ, ഇത് കുത്തിയിടും. കാപ്പിൽ ബീച്ചും അതിൻ്റെ പരിസരവും അമേസിങ് വൈബാണ് കേട്ടോ. ഇവിടെ കൊല്ലത്ത് നിന്നും 15-20 മിനിറ്റ് യാത്രയുണ്ട് ഈ ബീച്ചിലേക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേസ് സന്ദർശിക്കണം കേട്ടോ. അറബിക്കടലും ബാക്ക് വാട്ടറും മീറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു റെയർ പ്ലേസാണ് കാപ്പിൽ ബീച്ച്. നിങ്ങൾ കാപ്പിൽ ബീച്ചിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ. അടിപൊളി അല്ലേ? അതേ ഇവിടെ നമുക്ക് കയാക്കിംഗ് ബോട്ടുകൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫിക്കും അതുപോലെ ഈവനിങ് ഡ്രൈവിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ.
നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരണം. ഇവിടെ നമുക്ക് ബോട്ടിങ്ങും അതുപോലെ കയാക്കിങ്ങും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ വൈബ് സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊന്നല്ല, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടോ ഒറ്റയ്ക്കോ ഒക്കെ വന്നാലും അടിപൊളി പ്ലേസാണിത്. ഒരു സൈഡിൽ നീലക്കടൽ, നല്ല പച്ചപ്പുള്ള തെങ്ങിൻ തോപ്പ്, അതുപോലെ കാമായിട്ടുള്ള ബാക്ക് വാട്ടർ. ശരിക്കും ഫോട്ടോഗ്രാഫി ലവേഴ്സിൻ്റെയും വ്ളോഗേഴ്സിൻ്റെയൊക്കെ ഒരു ഡ്രീം ലൊക്കേഷൻ തന്നെയാണ് കാപ്പിൽ ബീച്ച് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ വണ്ടികൾ കിടക്കുന്ന തിരക്ക് കണ്ടോ. ശരിക്കും മുമ്പൊന്നും ഇത്രയും ആളുകൾ അങ്ങനെ ഇവിടെ വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും പോപ്പുലർ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പോൾ സൺഡേ ട്രാവൽ ചെയ്ത് തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ സൺഡേ ട്രാവൽ വ്ളോഗ്സ് കണ്ട് ഒരുപാട് പേര് ഇപ്പോൾ എല്ലാ സൺഡേസിലും കറങ്ങാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, എൻജോയ് യുവർ ലൈഫ് ടു ദ മാക്സിമം ഡിയേഴ്സ്. മാക്സിമം എൻജോയ് ചെയ്യുക കേട്ടോ. എല്ലാവരും സെലിബ്രേറ്റ് യുവർ ലൈഫ് മക്കളെ, സെലിബ്രേറ്റ് യുവർ ലൈഫ്. ഇവിടെ നിന്നുള്ള സൺറൈസും സൺസെറ്റും അമേസിങ് ആണ് കേട്ടോ. ശരിക്കും സൂര്യൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കടലിലും ബാക്ക് വാട്ടറിലും കാണുന്ന ആ ഒരു ഫീല്, അതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിനും അതുപോലെ ട്രാവൽ ഫോട്ടോഗ്രാഫിക്കും ഫാമിലി പിക്നിക്കിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. ഈ ബീച്ചിന് അടുത്തായിട്ടാണ് കാപ്പിൽ ഭഗവതി ടെമ്പിൾ. ടൂറിസ്റ്റുകളും ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളും ഒരുപോലെ വിസിറ്റ് ചെയ്യുന്ന ക്ഷേത്രമാണ് കപ്പിൽ ദേവി ടെമ്പിൾ. കായലിനും കടലിനും ഇടയ്ക്കൂടെയുള്ള ആ റോഡിലൂടെയുള്ള ആ ഒരു ഡ്രൈവ് തന്നെ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. കാര്യം ഇടതുവശത്ത് കായലിൻ്റെ ഭംഗിയും വലതുവശത്ത് കടലിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട്, ആ നയന മനോഹരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. റോഡ് സൈഡിൽ കയാക്കിംഗ് ബോട്ടുകൾ വെച്ചിട്ടുണ്ട്. ഞാനിനി പോയി പൊന്നൂല് കയറട്ടെ. കുറച്ച് നേരം കൂടെ ബീച്ചിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെന്നിട്ട് വേണം നമ്മുടെ നാളെ കണി കാണാനുള്ള കണിയൊക്കെ ഒരുക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. അപ്പൂൻ്റെ കാറ് നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പുന്നക്കുട്ടിയിലായിരുന്നല്ലോ പോയത്. പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ എത്തി. അപ്പൂ അവൻ്റെ കാറെടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോവാണ്.